ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഡെറിവേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ K2 സിലബസ് അനുസരിച്ച് പവർ സിസ്റ്റം അനാലിസിസിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ പല രീതിയിൽ ഫോൾട്ടുകൾ ഉണ്ടാവും അല്ലേ. ഈ ഫോൾട്ടിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും. സിമെട്രിക്കൽ ഫോൾട്ടിൽ 3 ഫേസ് ഫോൾട്ട് മാത്രമേ വരുന്നുള്ളൂ. അൺസിമെട്രിക്കൽ ഫോൾട്ടിൽ ലൈൻ ടു ലൈൻ ഫോൾട്ട്, ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടാണ്. അപ്പോൾ ഇനി ആ ഡെറിവേഷനിലേക്ക് പോകാം. അപ്പോൾ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിൻ്റെ ഡെറിവേഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അൺസിമെട്രിക്കൽ ഫോൾട്ട് 3 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ലൈൻ ടു ലൈൻ ഫോൾട്ട് ആൻഡ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഇതൊരു 3 ഫേസ് റെപ്രസെൻറ്റേഷനാണ്. ആർ, വൈ, ബി, ഗ്രൗണ്ട് അല്ലെങ്കിൽ ന്യൂട്രൽ. ഫസ്റ്റ് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ്. ഈ ബി എന്ന് പറയുന്ന ഈ ലൈനും ഗ്രൗണ്ടും തമ്മിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാകുമ്പോഴാണ് ഈ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. അത് ബി ആയാലും വൈ ആയാലും ആർ ആയാലും ഏതെങ്കിലും ഒരു ലൈനും ന്യൂട്രലുമായിട്ട് ഫോൾട്ട് ഉണ്ടാകുമ്പോഴാണ് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാകുന്നത്. ഇനി ലൈൻ ടു ലൈൻ ഫോൾട്ട് ആണെങ്കിൽ ഗ്രൗണ്ടായിട്ട് ടച്ചില്ല, 2 ലൈൻ, ഒന്നുകിൽ ആർ വൈ ആകാം, അല്ലെങ്കിൽ വൈ ബി ആകാം, അല്ലെങ്കിൽ ആർ ബി ആകാം, ഏതെങ്കിലും 2 ലൈൻ തമ്മിൽ ഫോൾട്ട് ഉണ്ടാകുമ്പോഴാണ് ലൈൻ ടു ലൈൻ ഫോൾട്ട് ഉണ്ടാകുന്നത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, അതായത് 2 ലൈനും ഒരു ന്യൂട്രലും തമ്മിൽ ഫോൾട്ട് ഉണ്ടാകുമ്പോഴാണ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഉണ്ടാകുന്നത്. ആൻഡ് ഇനി ഈ ഡെറിവേഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മെട്രിക്സ് ഇക്വേഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കാണാതെ പഠിക്കണം, ഡെറിവേഷനൊന്നുമില്ല, ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സിമെട്രിക്കൽ കമ്പോണൻസ് ഓഫ് വോൾട്ടേജസ് 2 മെട്രിക്സ് ഇക്വേഷൻ ഉണ്ട്. VA, VB, VC കണ്ടുപിടിക്കാനുള്ളൊരു മെട്രിക്സ് ഇക്വേഷൻ, അതുപോലെ തന്നെ VA0, VA1, VA2 കണ്ടുപിടിക്കാനുള്ളൊരു മെട്രിക്സ് ഇക്വേഷൻ. ഇതുപോലെ തന്നെ വോൾട്ടേജിൻ്റെത് പോലെ തന്നെ കറണ്ടിനും ഉണ്ട്, സിമെട്രിക്കൽ കമ്പോണൻറ്റ് ഓഫ് കറണ്ടിൻ്റെത്. IA, IB, IC കണ്ടുപിടിക്കാനും IA0, IA1, IA2 കണ്ടുപിടിക്കാനും. ആൻഡ് ഈ 4 ഇക്വേഷൻ പോലെ തന്നെ 5ാമത്തെ മെയിനായിട്ടൊരു ഇക്വേഷനാണ് സീക്വൻസ് നെറ്റ്വർക്ക് ഓഫ് ജനറേറ്റർ. VA0, VA1, VA2 = 0 EG0 - Z0 0 0 0 Z1 0 0 0 Z2 ഇൻറ്റു IA0, IA1, IA2. ഈ 5 ഇക്വേഷനും വെച്ചുകൊണ്ടാണ് നമ്മൾ ഇനി ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. ഇനി ഡെറിവേഷനിലോട്ട് പോകാം. അണ്ടർ ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ദി സർക്യൂട്ട് ആർ അൺലോഡഡ് ജനറേറ്റർ. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. അൺലോഡഡ് ജനറേറ്റർ എന്ന് പറയാൻ കാരണം ഈ സൈഡിൽ നമ്മൾ ലോഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് അൺലോഡഡ് ജനറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് IAC = 0, IB + IC = IF, VB = VC = 0. ഞാൻ പറഞ്ഞു ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിലെ 2 ലൈനും ഒരു ഗ്രൗണ്ടുമാണ് നമ്മൾ ഫോൾട്ട് ചെയ്യുന്നതെന്ന്. ഇവിടെയാണ് 2 ലൈൻ ഫോൾട്ട് ചെയ്താക്കുന്നത്, അതുകൊണ്ടാണ് IB + IC = IF എന്നെടുത്തത്. കാരണം ഈ ബിയും സിയും ലൈനാണ് നമ്മൾ സെലക്ട് ചെയ്താക്കുന്നത്. അപ്പോൾ IB, ഈ ബിയിലെ കറണ്ട് IBയും സിയിലെ കറണ്ട് IC = ഫോൾട്ട് കറണ്ട് IF. സോ ഫോൾട്ട് കറണ്ട് ബിയിലും സിയിലും ആയതുകൊണ്ട് VB = VC = 0 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് വി നോ ദാറ്റ് സിമെട്രിക്കൽ കമ്പോണൻറ്റ് ഓഫ് വോൾട്ടേജ്, ഞാൻ നേരത്തെ പറഞ്ഞ മെട്രിക്സ് നമ്മളിവിടെ യൂസ് ചെയ്യാണ്. അപ്പോൾ VA0, VA1 ആൻഡ് VA2 = 1/3 × 1 1 1 1 A² 1 A² A ഇൻറ്റു VA, VB ആൻഡ് VC. ഇതിൽ നമ്മളിതാ ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഈ മെട്രിക്സിൽ നമ്മൾ ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ മെട്രിക്സ് എങ്ങനെ മാറും? VA0, VA1, VA2 = 1/3 × 1 1 1 1 A² 1 A² A ഇൻറ്റു
വി എ, വി ബിയും വി സിയും നമുക്കിവിടെ 0 ആണ്. സോ 0 0. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വി എ 0യുടെ വാല്യൂ കിട്ടും 1/3 ഇൻറ്റു വി എ. ബാക്കി രണ്ട് 0 ആണ്. അപ്പോൾ 1/3 ഇൻറ്റു വി എ. അപ്പോൾ വി എ 1 കിട്ടും 1/3 ഇൻറ്റു വി എ. വി എ 2 കിട്ടും 1/3 ഇൻറ്റു വി എ. ഇത് രണ്ടും 0 ആയതുകൊണ്ടാണ് വി എ 0യും വി എ 1ഉം വി എ 2ഉം നമുക്ക് 1/3 ഇൻറ്റു വി എ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വി എ 0 സീക്കൽ ടു വി എ 1 സീക്കൽ ടു വി എ 2 ആണ്. സോ ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ വി എ 0 സീക്കൽ ടു വി എ 1 ഈസ് ഈക്വൽ ടു വി എ 2 എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീക്വൻസ് നെറ്റ്വർക്ക് ഓഫ് ജനറേറ്റർ അതിനൊരു മെട്രിക്സ് ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഡിറൈവ് ചെയ്ത് പഠിക്കാനൊന്നുമില്ല ഈ മെട്രിക്സ് ഇക്വേഷൻ. സോ ഇതിനകത്തുനിന്ന് നമുക്ക് വി എ 0, വി എ 1, വി എ 2 കണ്ടുപിടിക്കണം. അത് നമുക്ക് ഈ മെട്രിക്സ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ വി എ 0 ഈക്വൽ ടു മൈനസ് Z0 ഐ എ 0 എന്ന് കിട്ടും. 0 മൈനസ് Z0 ഇൻറ്റു ഐ എ 0 മൈനസ് Z0 ഐ എ 0. വി എ 1 ഈസ് ഈക്വൽ ടു ഇ ജി മൈനസ് Z1 ഐ എ 1. വി എ 2 ഈസ് ഈക്വൽ ടു മൈനസ് Z2 ഐ എ 2. ഇങ്ങനെ 3 ഇക്വേഷൻ കിട്ടി. ഈ ഇ ജിയും ഐ എ 1ഉം ഉള്ള ഈ ഇക്വേഷൻ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാക്കി എഴുതാം. ഇനി നമുക്ക് കിട്ടിയ ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഈ മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വി എ 0യ്ക്ക് പകരവും വി എ 2ന് പകരവും നമുക്ക് വി എ 1 കൊടുക്കാം. കാരണം നമ്മൾ വി എ 1ൻ്റെ ഇക്വേഷൻ ആണല്ലോ 2 എന്നും പറഞ്ഞ് എഴുതിയത്. സോ നമുക്ക് മാറ്റി എഴുതുമ്പോൾ വി എ 1 വി എ 1 വി എ 1 ഈക്വൽ ടു 0 ഇ ജി 0 മൈനസ് Z0 0 0 0 Z1 0 0 0 Z2 ഇൻറ്റു ഐ എ 0 ഐ എ 1 ഐ എ 2. ദെൻ ഇനി നമുക്ക് വി എ 1ൻ്റെ ഇക്വേഷൻ, അതായത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഈ മെട്രിക്സിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ ജി മൈനസ് Z1 ഐ എ 1 ഇ ജി മൈനസ് Z1 ഐ എ 1 ഇ ജി മൈനസ് Z1 ഐ എ 1. അതായത് 3 സ്ഥലത്തും വി എ 1 അല്ലേ കിടക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. 0 ഇ ജി 0 മൈനസ് Z0 0 0 0 Z1 0 0 0 Z2 ഇൻറ്റു ഐ എ 0 ഐ എ 1 ഐ എ 2. ഇനി ഇത് നമുക്ക് Z ഇൻറ്റു ഐ ഈസ് ഈക്വൽ ടു വി എന്ന ഫോമിൽ എഴുതാം. ഇത് ഐ Z, ദെൻ ഇത് രണ്ടും വോൾട്ടേജിൻ്റെ മെട്രിക്സ് ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് വേണ്ടത് ഐ ആണ്. ഐ ഈസ് ഈക്വൽ ടു വി ബൈ Z എടുത്താൽ നമുക്ക് ഐ കിട്ടും. സോ ഈ മെട്രിക്സിനെ നമുക്ക് ഫസ്റ്റ് ഇതിലേക്ക് മാറ്റാം, അതിനുശേഷം ഇതിലേക്ക് മാറ്റാം. കാരണം ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സോ മാറ്റുമ്പോൾ എങ്ങനെ വരും? Z0 0 0 0 Z1 0 0 0 Z2 ഇൻറ്റു ഐ എ 0 ഐ എ 1 ഐ എ 2 ഈക്വൽ ടു 0 ഇ ജി 0 ഇൻറ്റു ഇ ജി മൈനസ് Z1 ഐ എ 1 ഇ ജി മൈനസ് Z1 ഐ എ 1 ഇ ജി മൈനസ് Z1 ഐ എ 1. ഇവിടെ മൈനസ് ആണ് കേട്ടോ. സോ ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? Z ഇൻറ്റു ഐ സീക്വൽ ടു വി എന്ന ഫോമിൽ കിട്ടി. ഇനി നമുക്ക് ഐ സീക്വൽ ടു വി ബൈ Z ആ ഫോമിൽ കൊണ്ടുവരാം. സോ ഇതല്ലേ നമ്മളെ Z മെട്രിക്സ്.
ഈ ഇസഡിനെ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇസഡ് ഇൻവേഴ്സ് എടുക്കാം. ഇസഡ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഈ മെട്രിക്സ് എങ്ങനെ വരും? 1/z0 0 0 0 1/z1 0 0 0 1/z2. 0 ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ഈ z0ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/z0, z1ൻ്റെ 1/z1, z2ൻ്റെ 1/z2. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത്, അപ്പോൾ ഈ മെട്രിക്സ് കണ്ടോ, ഈ മെട്രിക്സിൽ നമുക്ക് ഈ ഇസഡിൻ്റെ മെട്രിക്സിനെ ഇസഡ് മാത്രമായിട്ട് എഴുതാം. അതായത് ഇതാ ഇതുപോലെ ഇസഡ് ഇൻറ്റു IA0 IA1 IA2 സീക്കൽ ടു 0 EA0 മൈനസ് ഇസഡ് എ മൈനസ് ഇസഡ്0 IA1 EA മൈനസ് ഇസഡ്1 IA1 EA മൈനസ് ഇസഡ്1 IA1. ഇനി നമുക്ക് വേണ്ടത് കറണ്ടാണ്. അതായത് I സീക്കൽ ടു V/Z എന്ന ടേമിൽ ഇതിനെ കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇസഡിനെ രണ്ട് സൈഡിലും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇസഡിൻ്റെ ഇൻവേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷനിൽ കിട്ടത്തില്ലേ. സോ ഇനി IA0 IA1 IA2 സീക്കൽ ടു ഡിവൈഡ് ബൈ ഇസഡ് ആണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 0 EA0 മൈനസ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു EA മൈനസ് ഇസഡ്1 IA1 EA മൈനസ് ഇസഡ്1 IA1 EA മൈനസ് ഇസഡ്1 IA1 ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഈ ഇസഡ് ഇൻവേഴ്സിനെല്ലാം സാധാ മെട്രിക്സ് ഫോമിലോട്ട് ആക്കാം. അപ്പോൾ Z0 ഈക്വൽ ടു, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1/Z0 0 0. ഞാൻ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് അല്ല എങ്കിൽ സാധാ പോലെ എഴുതാവുന്നതാണ്. EA0 മൈനസ് ഇതും അതുപോലെ 1/Z0 0 0 Z1 0 0 0 1/Z2. ഈ മെട്രിക്സ് EA മൈനസ് Z1 IA1 EA മൈനസ് Z1 IA1 EA മൈനസ് Z1 IA1. ദെൻ ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ IA0 IA1 IA2 സീക്കൽ ടു 1/Z0 ഇൻറ്റു 0. ദെൻ ഇതെല്ലാം 0 ഉണ്ട്, അത് നമുക്ക് 0 കിട്ടും. സോ ഇനി ഇത് 0 1/Z1 ഇൻറ്റു EA. അപ്പോൾ EA ഡിവൈഡ് ബൈ Z1. ഇത് രണ്ടും 0 ഇതും 0. അപ്പോൾ ഇതും മൂന്നാമത്തെ ടേം 0 മൈനസ് ഇത് ഇൻറ്റു ഇത് രണ്ടും 0 ആണ്. സോ അത് വേണ്ട. EA മൈനസ് Z1 IA1 ഡിവൈഡ് ബൈ Z0. രണ്ടാമത്തെ ടേമും അതേ കണക്ക് തന്നെ. അപ്പോൾ EA മൈനസ് Z1 IA1 ഡിവൈഡ് ബൈ Z1 EA മൈനസ് Z1 IA1 ഡിവൈഡ് ബൈ Z2. ഇതിൽ നിന്ന് നമുക്ക് IA0 IA1 IA2 ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് IA0 കണ്ടുപിടിക്കാം. IA0 കണ്ടുപിടിക്കുമ്പോൾ മൈനസ് ഓഫ് EA മൈനസ് Z1 IA1 ഡിവൈഡ് ബൈ Z0 മാത്രമല്ലേ വരത്തുള്ളൂ, ഇവിടെ 0 ആയതുകൊണ്ട്. സോ മൈനസ് ഓഫ് EA മൈനസ് Z1 IA1 ഡിവൈഡ് ബൈ Z0. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ മൈനസ് ഓപ്പൺ ആക്കി എഴുതാം, അത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം. സോ ഇനി നമുക്ക് IA1 കണ്ടുപിടിക്കാം. IA1 ഈസ് ഈക്വൽ ടു EA ബൈ Z1 മൈനസ് ഓഫ് EA മൈനസ് Z1 IA1 ഡിവൈഡ് ബൈ Z1. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ
EA by Z1 minus EA by Z1 plus Z1 IA1 by Z1. ഇത് രണ്ടും ക്യാൻസലായി പോവും. സോ IA1 കിട്ടുന്നത് Z1 IA1 by Z1. ഇവിടെയും നമുക്ക് മൈനസ് കൊണ്ട് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് IA0യും IA1ഉം കിട്ടി. ഇനി നമുക്ക് IA2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൽ നിന്ന് നമുക്ക് IA0യുടെയും IA1ൻ്റെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് IA2ൻ്റെ വാല്യൂ എഴുതാം. അപ്പം IA2 is equal to minus of EA minus Z1 IA1 divided by Z2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തെഴുതാം. അപ്പോൾ മൈനസ് EA by Z2 പ്ലസ് Z1 IA1 by Z2 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഫോൾട്ടിൽ ഫസ്റ്റ് പറഞ്ഞ കണ്ടീഷനാണ് I is equal to 0 എന്നുള്ളത്. സോ I is equal to 0 ആകുമ്പോൾ IA0 പ്ലസ് IA1 പ്ലസ് IA2 ഈക്വൽ ടു 0യ്ക്ക് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് IA0യുടെയും IA1ൻ്റെയും IA2ൻ്റെയും വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ മൈനസ് EA by Z0 പ്ലസ് Z1 IA1 ഡിവൈഡ് ബൈ Z0 പ്ലസ് IA1 മൈനസ് EA by Z2 പ്ലസ് Z1 IA1 by Z2. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ IAയുടെ വാല്യൂ ഒരു സ്ഥലത്തും EA നമുക്ക് ഒരു സ്ഥലത്തുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. സോ അപ്പോൾ എങ്ങനെ വരും? IA1 പ്ലസ് Z1 IA1 by Z0 പ്ലസ് Z1 IA1 by Z2 ഈക്വൽ ടു EA by Z0 പ്ലസ് EA by Z2. ഇവിടെ Z1 IA1 പ്ലസ് Z1 IA1 ഉണ്ട്. അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ IA1 പ്ലസ് IA1 Z1 ഇൻറ്റു 1 by Z0 പ്ലസ് 1 by Z2 ഈക്വൽ ടു EA കോമൺ ആയിട്ട് എടുക്കാം. EA ഇൻറ്റു 1 by Z0 പ്ലസ് 1 by Z2. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. IA1 പ്ലസ് IA1 Z1 ഇൻറ്റു Z2 പ്ലസ് Z0 ഡിവൈഡ് ബൈ Z0 Z2 ഈക്വൽ ടു EA ഇൻറ്റു Z2 പ്ലസ് Z0 ഡിവൈഡ് ബൈ Z0 Z2. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഈ Z2 പ്ലസ് Z0 ബൈ Z0 Z2 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? IA1 ഡിവൈഡ് ബൈ Z2 പ്ലസ് Z0 ഡിവൈഡ് ബൈ Z0 Z2. എല്ലാ ടേമിനെയും നമുക്ക് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ IA1 Z1 ഇൻറ്റു Z2 പ്ലസ് Z0 ഡിവൈഡ് ബൈ Z0 Z2. ഇത് രണ്ടും ക്യാൻസലായി പോവും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റെപ്പും കൂടി എഴുതുന്നത്. ഈക്വൽ ടു EA ഇൻറ്റു Z2 പ്ലസ് Z0 ഡിവൈഡ് ബൈ Z0 Z2. ഇനി ഇത് രണ്ടും ക്യാൻസലാവും, ഇതും ക്യാൻസലാവും. സോ ഇനിയുള്ളത് നമുക്കിത് ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ IA1 ഇൻറ്റു ഇത് നേരെ തിരിഞ്ഞു വരും. Z0 Z2 ഡിവൈഡ് ബൈ Z2 പ്ലസ് Z0 പ്ലസ് ഇവിടെ ഉള്ളത് IA1 Z1 ഈക്വൽ ടു EA. ഇതിൽ നിന്ന് ഇനി IA1 കോമൺ ആയിട്ട് എടുക്കാം. IA1 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ Z1 പ്ലസ് Z0 Z2 ഡിവൈഡ് ബൈ Z2 പ്ലസ് Z0 ഈക്വൽ ടു EA. ഇനി ഇതിൽ നിന്ന് IA1 കണ്ടുപിടിക്കാം. IA1 ഈക്വൽ ടു EA ഡിവൈഡ് ബൈ
Z1 plus Z0 Z2 divided by Z2 plus Z0. ഇപ്പോൾ നമുക്ക് IA1 കിട്ടി. ഇനി IA1 വെച്ചിട്ട് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കണം. ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം പറയാം. Z1ഉം Z0 Z2 ഈ മൂന്നെണ്ണത്തിൻ്റെ ജസ്റ്റ് സർക്യൂട്ട് ഡയഗ്രാംസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് മൊത്തത്തിലുള്ള ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. Z1 എന്ന് പറയുന്നത് പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ. ഇപ്പോൾ Z1 എന്ന് പറയുന്നത് പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ ആണ്. അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഈ ബേസിക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡയഗ്രാം വരയ്ക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, എളുപ്പത്തിന് വേണ്ടി. ഇനി Z2 നെഗറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ. അതിൻ്റെ ഡയഗ്രാം ഇത് ലാസ്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഉള്ളത് Z0. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ Z1 എഴുതി പോസിറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ, Z2 നെഗറ്റീവ് സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ. ഇവിടെ Z0 എന്ന് പറയുന്നത് സീറോ സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ ഇൻക്ലൂഡിങ് ന്യൂട്രൽ റിയാക്റ്റൻസ് ആണ്. അപ്പോൾ ന്യൂട്രൽ റിയാക്റ്റൻസും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ സീറോ സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്ററിൽ വരുന്നത്. സീറോ സീക്വൻസ് impedance of generator including neutral reactance. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ഇതിൻ്റെ ഡയഗ്രാം വരുന്നത് ഇത് ZG0, ഇത് 3Z. ഇത് മൊത്തത്തിലാണ് Z0, ഇത് IA0, ഇത് VA0. ഈ ZG0 എന്ന് പറയുന്നതാണ് സീറോ സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ. ഇത് മാത്രമാണ് സീറോ സീക്വൻസ് ഇംപിഡൻസ് ഓഫ് ജനറേറ്റർ. Z0 എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ന്യൂട്രൽ റിയാക്റ്റൻസും കൂടെ വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, Z1 അപ്പോൾ ഇതിലേക്കൂടെ പോകുന്ന കറണ്ട് IA1, വോൾട്ടേജ് VA1. Z2 ആകുമ്പോൾ IA2, വോൾട്ടേജ് VA2. Z0 IA0, VA0. ഈ ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കും എങ്കിൽ മാത്രമേ നമുക്ക് ഈ IA1ൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ IA1ൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ നോക്കൂ, Z0 Z2 ഡിവൈഡ് ബൈ Z2 പ്ലസ് Z0 ആണ്. ഇവിടെ Z0 Z2 പാരലൽ ആയിട്ടാണ് ഇരിക്കുന്നത്, അതിന് സീരീസ് ആയിട്ടാണ് ഈ Z1 ഇരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം, Z0യും Z2വും പാരലായിട്ടും അത് Z1ന് സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതും ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ IA1ൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. അപ്പോൾ IA1ൻ്റെ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതാണ് IA1 വെച്ചിട്ട് നമ്മൾ വരച്ച ഇക്വലൻറ്റ് സർക്യൂട്ട് ഡയഗ്രാം. ഇതെങ്ങനെ വന്നെന്ന് ഇത് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് Z1 വരച്ചിട്ടുണ്ട്. Z1 ഇവിടെ ഉണ്ട്. Z1ൻ്റെ നെറ്റ്വർക്കാണ് ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത്. ഇത് അതുപോലെ നോക്കൂ, ഈ സാധനമാണ് ഇവിടെ വരച്ചേക്കുന്നത്. അതിനുശേഷം Z0 Z2 പാരലാണെന്ന് പറഞ്ഞു. Z2ൻ്റെ നെറ്റ്വർക്ക് ഇതാ ഇവിടെ കണ്ടോ. അതിനുശേഷം Z0 വരച്ചാകുന്നു. ഈ മൂന്ന് നെറ്റ്വർക്കും അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഏത് ഇക്വേഷൻ വരുമ്പോഴും, ഏത് ഫോൾട്ടിൻ്റെ ഇക്വേഷൻ വരുമ്പോഴും ഈ നെറ്റ്വർക്ക് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കണം.
ഫോൾട്ട് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ എഫ് ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ആണെന്ന് നമ്മൾ ഫസ്റ്റത്തെ കണ്ടീഷനിൽ പറഞ്ഞായിരുന്നു. ഇനി ഐ ബിയും ഐ സിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് സിമെട്രിക്കൽ നെറ്റ്വർക്ക് ഓഫ് കറണ്ടിൻ്റെ മെട്രിക്സ് നമ്മളുടെ കയ്യിലുണ്ട്. ഐ എ ഐ ബി ഐ സി ഈക്വൽ ടു 1 1 1 1 എ സ്ക്വയർ എ 1 എ സ്ക്വയർ ഇൻറ്റു IA0 IA1 IA2. ഇനി നമുക്ക് വേണ്ടത് ഐ ബിയും ഐ സിയും ആണ്. അത് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം. ഐ ബി സി ഈക്വൽ ടു IA0 പ്ലസ് എ സ്ക്വയർ IA1 പ്ലസ് IA2. ഇനി ഐ സി, ഐ എ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. IA0 പ്ലസ് IA1 പ്ലസ് എ സ്ക്വയർ IA2. ഇനി നമ്മളെ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ഐ എഫ് ഇസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി. സോ ഇത് രണ്ടും കൂടെ ഇനി ആഡ് ചെയ്യാം. IA0 പ്ലസ് എ സ്ക്വയർ IA1 പ്ലസ് IA2 പ്ലസ് IA0 പ്ലസ് IA1 പ്ലസ് എ സ്ക്വയർ IA2. IA0 പ്ലസ് IA0 2 IA0 പ്ലസ് ഇവിടെ നിന്ന് IA1 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ IA1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ. ദെൻ ഇവിടെ നിന്ന് IA2 കോമൺ ആയിട്ട് എടുക്കാം. പ്ലസ് IA2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ. ഇനി 2 IA0 പ്ലസ് ഇവിടെ നിന്ന് രണ്ടിനും എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു IA1 പ്ലസ് IA2. അപ്പോൾ ഫോൾട്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. 2 IA0 പ്ലസ് എ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു IA1 പ്ലസ് IA2. ഈ ഇക്വേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ എല്ലാം ചെയ്ത്. സോ നമ്മളെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്ന ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.